നമ്മളുടേതായ ബൗണ്ടറീസ്, നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും സെക്കൻഡറി ആക്കി മാറ്റി നമ്മൾ വെക്കാറുണ്ട്. നിങ്ങളുടെ ഈ നന്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പാവത്വമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നൈസ് ബിഹേവിയറോ കൊണ്ട് നിങ്ങൾ യാതൊന്നും നിങ്ങൾ നേടും. വ്യക്തമായിട്ട് ഞാൻ പറയാം, പാവത്വം എന്ന് പറയുന്ന ഒരു കാര്യം അതിഭൂഷണമായ ഒരു കാര്യമൊന്നും അല്ലെന്ന് തിരിച്ചറിയാം. നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന പല ബിലീഫ് സിസ്റ്റംസ് ഉണ്ടോ നമ്മളെ പറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്ന പല കാര്യങ്ങൾ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ നിരന്തരം ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ അത് ഭയങ്കര പാവമാണ് എന്നുള്ളൊരു സാധനം. കാഴ്ചയിലല്ല കേട്ടോ, കുറച്ചടുത്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ്സ് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഏതൊരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മുമ്പിലിരിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ, ചൈൽഡ്ഹുഡിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ചോക്ലേറ്റ്സ് ഒക്കെ നിറയെ ഇരിക്കുമ്പോൾ അവസാനത്തെ ചോക്ലേറ്റ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഇപ്പോഴും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ സാധനത്തിന്റെ റൂട്ട് കോസ് ഞാൻ അന്വേഷിച്ചു പോയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പണ്ടെപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോ, അതായത് അയ്യോ ആ കുഞ്ഞ് കേട്ടോ പാവം, അവള് കുറെ സാക്രിഫൈസ് ചെയ്തു, നല്ല കുട്ടി. അപ്പൊ ഈ പാവം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയത് നല്ലത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതാണ്. അപ്പൊ ഈ പാവത്വത്തിന്റെ കൂടെ നല്ലതും കൂടെ ചേർന്നപ്പോഴത്തേക്കും അത് നല്ല കാര്യമല്ലേ, ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ ആയിരിക്കാനായിട്ട് എൻ്റെ ഒരു ബിഹേവിയർ, പിന്നെ കുറച്ച് എമ്പതിയും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈവൻ ഇഫ് കേസ് നോക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സമയമൊന്നും വയ്ക്കാറുമില്ല. അതായത് ഇപ്പോഴും ഇത് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾക്ക് നമ്മളുടേതായ ബൗണ്ടറീസ്, നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും സെക്കൻഡറി ആക്കി മാറ്റി നമ്മൾ വെക്കാറുണ്ട്. ഈ ഒരു ബിലീഫ് സിസ്റ്റം തന്നത് നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം. ബീയിങ് വളരെ പാവമായിട്ടിരിക്കണം, നീ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നും പറയാൻ പാടില്ല, നീ എല്ലാവരെയും അനുസരിക്കണം. നമ്മുടെ ടീച്ചേഴ്സ് കാണും, നമ്മളുടെ റിലേറ്റീവ്സ് കാണും. പ്രത്യേകിച്ചും പെൺകുട്ടികൾ അങ്ങനെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. നീ പാവമായിട്ടിരുന്നാലേ നീ നല്ലൊരു കുട്ടിയാവുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ ഈ പാവത്വം കൊണ്ട് കുറേ നാൾ കഴിയുമ്പോൾ പൊറുതിമുട്ടുന്നു. നമ്മൾ റിലേഷൻഷിപ്പിനകത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെല്ലാം കൊടുക്കുകയാണ്, ഗിവേഴ്സ് ആണ്. നമ്മുടെ ചുറ്റിലും നിൽക്കുന്നവരെല്ലാവരും എന്താണ്, ടേക്കേഴ്സ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഗീവ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, നമുക്ക് എത്ര കൊടുത്താലും സ്നേഹം, എത്ര കൊടുത്താലും തൃപ്തി ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പൊ അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ അവർ തിരിച്ച് നമ്മൾ കൊടുക്കുന്നത് പോലെ തിരിച്ചു തരുമോ? ഒരിക്കലും തരത്തില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, അവര് വളരെ പിശിക്കുകയോ, ചിലപ്പോൾ നമുക്കൊരു വാല്യൂ പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ടും മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടോ, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടോ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്, ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പോഴും ഞാൻ അതിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ ആങ്കർ കാരണം ഭയങ്കരമായി റിയാക്ഷൻസ് വരും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ അല്ല ഒരിക്കലും നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ എന്താണ്, നമ്മളുടെ ബൗണ്ടറീസ് എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ചില ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അവർ സപ്രസ് ചെയ്യുമ്പോൾ അവർ ഇത്രയും നൈസായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ വളരെ പാവങ്ങളാണ്, വളരെ നല്ല ആൾക്കാരാണ്, ബട്ട് അവർ ഭയങ്കര അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ. ഇന്ന് രാവിലെ ഒരു സാധനം വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. കാരണം നൈസ് പീപ്പിൾ വിൽ ഡൈ ഫസ്റ്റ്. സത്യമാണ് ആലോചിച്ച് നോക്കിയപ്പോൾ. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്, മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം ബീയിങ് നൈസ് എന്ന് പറയുന്നത് പല സാഹചര്യത്തിലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ഒരു ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. മനസ്സിലല്ലേ? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കും, പക്ഷെ ആ കാര്യം പോലും ഞാൻ അവർക്ക് വിഷമം തോന്നൂലേ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്നതാണെന്ന്. പിന്നെ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നൈസായിട്ട് അല്ലെങ്കിൽ ബീയിങ് നൈസ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് പറയുന്ന ആളുകളുടെ കൈൻഡ്നെസ്സിനെ അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. നമുക്ക് കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് ശരിക്കും നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബീയിങ് നൈസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതാണ് ബീയിങ് നൈസ്. എനിക്ക് നന്നായിട്ട് അറിയാം, അതായത് എൻ്റെ ഈ സ്വഭാവം എനിക്ക് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്തിനാണ്? മറ്റുള്ളവര് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ നന്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പാവത്വമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നൈസ് ബിഹേവിയറോ കൊണ്ട് നിങ്ങൾ യാതൊന്നും നിങ്ങൾ നേടുന്നു.
വ്യക്തമായിട്ട് ഞാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പരിപൂർണമായും അവഗണനയാണ്. കാര്യം നമ്മൾ കൊടുക്കുകയല്ലേ എപ്പോഴും അങ്ങോട്ട്. അപ്പൊ നമ്മൾ എന്നും കൊടുത്തോണ്ടേ ഇരിക്കുന്നല്ലോ, മനസ്സിലായില്ലേ? നമ്മൾ കൊടുക്കുന്ന നിർത്താൻ പാടില്ല. നിർത്തി കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ദേഷ്യം വരും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. അവഗണന, പുച്ഛം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ യാതൊരു വാല്യൂ ഉണ്ടാവത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്നും ഇങ്ങനെ സ്നേഹത്തോടെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരാള്, അപ്പോ നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നിടത്തോളം കാലം അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് എന്ത് വാല്യൂ ഉണ്ട്? അതില്ലാതാവുമ്പോഴല്ലേ അതിന് വില ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് വാല്യൂ ഇല്ല. നമ്മളുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, അതായത് എനിക്കിപ്പോ ഒരു സ്ഥലത്ത് പോകണ്ട, പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ഒരാൾ വിളിക്കുമ്പോ പറയണോ, നോക്കട്ടെ ഞാൻ വരാൻ ശ്രമിക്കാം, അല്ല എനിക്കിന്ന് പറ്റത്തില്ല എന്ന് പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. പറ്റിപ്പോയി. എന്തുകൊണ്ടാണ് ഞാനത് പേടിക്കുന്നത്? കാരണം ഞാൻ തെറ്റുകാരിയായി പോവോ, മറ്റുള്ളവർ മുമ്പിൽ മോശക്കാരിയായി പോവൂലേ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് ഞാൻ മോശക്കാരിയായി പോവോ എന്നുള്ള ഭയമാണ് ഞാൻ ബീയിങ് നൈസ് എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ നല്ലതായിട്ടിരിക്കാം എന്ന് ഞാൻ ഇഷ്ടമില്ലാതെ ചെയ്യുന്നത്. ഓക്കെ, അതിന് സ്വന്തമായിട്ട് യാതൊരു രീതിയിലും അഭിപ്രായങ്ങളോ ബൗണ്ടറീസോ എന്നോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ദിസ് ഈസ് റോങ്, അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല പലപ്പോഴും. കാരണം എന്താണ്? പാവമായിട്ടിരിക്കുന്നതാണ് ശരി. അപ്പൊ പാവമായിട്ടിരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യണത്? പാവമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഡിമാൻഡ് ഒന്നുമില്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ച് അവര് ഭയങ്കര അൺഹാപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. നിങ്ങൾ ഏറ്റവും നല്ല ആൾക്കാരെടുത്തു, ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ആയിട്ട് മരണപ്പെടുന്ന ആൾക്കാരൊക്കെ ഏറ്റവും നല്ല ആൾക്കാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ടേക്ക് കെയർ ചെയ്തിട്ടേ ഇല്ല. ബാക്കിയുള്ളവർ എല്ലാവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ ആയിരിക്കാം, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്, അവരുടെ കാര്യം മാത്രം അവർ നോക്കും. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ ഈ പറയുന്ന പാവത്വം എന്ന് പറയുന്ന ഒരു കാര്യം അതിഭൂഷണമായ ഒരു കാര്യമൊന്നും അല്ലെന്ന് തിരിച്ചറിയാം. അത് തിരിച്ചറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. അതായത് ഒരു 40 കഴിഞ്ഞ് കഴിയുമ്പോൾ പണികളെല്ലാം കിട്ടി മേടിച്ച് കഴിയുമ്പോൾ പിന്നെ ആയിരിക്കും നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. നോ, ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഇത് നടക്കൂല, ഇത് ശരിയല്ല എന്ന് നമ്മൾ നമ്മളുടെ രീതിയിൽ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പം ലൈഫ് ഏകദേശം തീരുമാനത്തിലായി കഴിയും. അപ്പൊ എന്തുകൊണ്ട് ഇത് നേരത്തെ മനസ്സിലാക്കിക്കൂടും? ഇതൊന്നും തെറ്റുകളല്ല, ഇതെല്ലാം ശരികളാണ്. ഞാൻ അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുക എന്ന് പറയുന്നത് തെറ്റല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ പാവം ആയതുകൊണ്ട് എനിക്ക് തന്നെ ലാസ്റ്റില് എന്റെ വൈബ്രേഷൻ തന്നെയായി പോകും. ഓക്കെ, അപ്പം നമ്മളിനി എത്രയൊക്കെ ഞാൻ ഇന്ന് തൊട്ട് വളരെ വളരെ പാവമൊക്കെ മാറ്റി ഞാൻ ഇന്നോട്ട് ഭയങ്കര ഭീകരിയായിട്ടൊക്കെ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും എന്റെ ബൗണ്ടറി ഞാൻ കീപ്പ് ചെയ്യാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ എന്നെ ഫസ്റ്റില് പ്രിഫറൻസ് വയ്ക്കാത്തിടത്തോളം കാലം മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും. അവർ പിന്നെയും നമ്പർ ഇട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. ഒന്ന് നോക്കി നോക്കാം, അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ചിലപ്പോ ഒന്ന് ചെയ്താലോ, നമുക്ക് പണിയില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് തന്നെ. കാരണം ബിക്കോസ് യുവർ വൈബ്രേഷൻ ഈസ് ലൈക്ക്. അപ്പൊ അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാവത്വമോ നിങ്ങളുടെ ബീയിങ് നൈസോ ഒന്നും നിങ്ങൾക്ക് ഒന്നും മേടിച്ചു തരാൻ പോണില്ല എന്നുള്ളൊരു സത്യസന്ധമായ കാര്യം. അപ്പൊ നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്നതാണോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ മാറ്റാനുള്ളൊരു ശ്രമവും അതിനുവേണ്ടി വർക്ക് ചെയ്യണം. മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രമിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കൈൻഡായിരിക്കുക, എല്ലാവരോടും വളരെ എംപത്തിക്കലി ഒക്കെ നമുക്ക്. ബട്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ മെന്റൽ ഹെൽത്തിനും എൻ്റെ ഉറക്കത്തിനും എൻ്റെ ടൈമിനും എൻ്റെ സ്പേസിനും എല്ലാം ഞാൻ കൊടുത്തുകൊണ്ട് ഞാൻ കാര്യം ചെയ്യാം. താങ്ക് യു ഫ്രം ഹീലിംഗ് ട്രീ.